തീർച്ചയായിട്ടും സുരേഷാണ് സംസാരിച്ചിരുന്നു. കാരണം എനിക്കറിയാവുന്ന ഒരു കാര്യം, എന്നേക്കാൾ കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ ഈ സിനിമ ഇറങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് സുരേഷ് ഏട്ടൻ. പിന്നെ പ്രതികരണമെന്ന് പറയുമ്പം അദ്ദേഹം ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതികരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ സുരേഷൻ അങ്ങനെ പ്രതികരിക്കുന്നത്. പിന്നെ സുരേഷ് ഏട്ടൻ പറയുന്ന കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സെൻട്രൽ മിനിസ്റ്ററായിട്ട് പറയുന്ന കാര്യം കൃത്യമായിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഒരു ബോർഡിലേക്ക് ചെലുത്തി അവിടെ നിന്ന് എടുത്ത് തരേണ്ടതാണ് ഒരു സർട്ടിഫിക്കറ്റ്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ സിനിമയ്ക്ക് വേണമെന്ന് എനിക്ക് നിർമ്മാതാക്കൾക്കും തോന്നിയിട്ടില്ല. കാരണം അത് നമ്മൾ നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ്. ഇപ്പം ഈ ഒരു സിനിമ അല്ലെങ്കിൽ വീണ്ടും ഒരു സിനിമകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഓരോ ദിവസം ഈ 1ഉം 2ഉം സിനിമകൾ സെൻസർ ബോർഡിന് മുമ്പിൽ ചെല്ലുന്നുണ്ട്. ഒരുപാട് കലാകാരന്മാരുടെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പം അതിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ സിനിമ മാത്രം ഇങ്ങനെ പോവുകയും മറ്റുള്ള സിനിമകളെല്ലാം അതിൻ്റെ അല്ല. അതെന്താണ് കാര്യം? ആ കാര്യം കൃത്യമായിട്ട് സംസാരിക്കട്ടെ. അതങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിയ സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഞാനത് വിശ്വസിക്കുന്നു. 2018 ഞാൻ സിനിമ എഴുതുമ്പോഴുള്ള ജാനകി അല്ല 2025. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു കാലഘട്ടം അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ഗൈഡ് ലൈൻസുകൾ പുതുതായിട്ട് CBFCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കടന്നു വരുന്ന പുതിയ എഴുത്തുകാർക്ക് അത് സഹായകമാകും. കാരണം നീണ്ടൊരു കാലഘട്ടത്തെ അധ്വാനത്തിന് ശേഷം അതൊരു പ്രൊഡക്റ്റായിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോൾ നിസ്സഹായരായി പോവുകയാണ് മനുഷ്യൻ അവരുടെ മുമ്പിൽ. അതുമാത്രമാണ് ഇവിടുത്തെ നമ്മുടെ കൺസേൺ. അതാണ് നമുക്ക് ഈ പേരിനേക്കാൾ ഉപരി നമ്മളിതുകൊണ്ടുണ്ടാവുന്ന നമ്മുടെ പ്രയാസങ്ങൾ. കാരണം ഇത്രയും മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടം. അത് കൂടാതെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പബ്ലിസിറ്റി പോസ്റ്റേഴ്സ്, ഇതിൽ മുഴുവൻ പേര് മാറ്റി വീണ്ടും പബ്ലിഷ് ചെയ്യുക, വീണ്ടും ഇത് മാർക്കറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വീണ്ടും പ്രൊഡ്യൂസേഴ്സ് എത്തണം. അതുകൂടാതെ ഇപ്പോൾ ഇതിൻ്റെ OTT ബിസിനസ്, ഇന്നത്തെ കാലത്ത് OTT ബിസിനസ്സുകൾ ഒന്നും നടന്നിട്ടില്ല. അപ്പം വളരെ നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ഇത് പ്രീ ബിസിനസ് നടന്ന ഒരു സിനിമയാണ്. അവരുമായിട്ട് കോസ്മോസ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് എഗ്രിമെന്റുകളുണ്ട്. ഇത്ര ദിവസത്തിനകം തിയേറ്ററിൽ വന്ന് ഇത്ര ദിവസത്തിനകം അവർക്ക് കൈമാറാമെന്നുള്ള. മ്യൂസിക് റൈറ്റ്സ് വിറ്റുപോയതാണ്, അബ്രോഡ് റൈറ്റ്സ് വിറ്റുപോയതാണ്, അബ്രോഡിൽ തിയേറ്റർ ചാർട്ടിങ് നടന്നതാണ്, സെൻസറുകൾ അങ്ങനെ സെൻസർഷിപ്പിനുള്ള കണ്ടന്റ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. സുരേഷ് ഏട്ടൻ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ഇത് നമുക്കിതിന് നീതിയുടെ വഴിക്ക് പോകാം. നമുക്കത് ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മന്ത്രി ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യത്തിനേക്കാൾ ഉപരി ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട്. നമ്മുടെ സിനിമ സംസാരിക്കുന്ന നീതിന്യായപരമായിട്ടുള്ള കോടതി റിലേറ്റഡ് ഒരു കാര്യമാണ് സിനിമ സംസാരിക്കുന്നതും. അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ ചേർന്ന് സുരേഷ് ഏട്ടനോട് ആലോചിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവർ സംസാരിച്ചതിന് ശേഷമാണ് കോടതിയിലേക്ക് പോകാം എന്നൊരു തീരുമാനം എടുക്കുന്നതും നാളിതുവരെ അത് കോടതിയിലാണ് എത്തുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം പൊതുവായിട്ടുണ്ടാകുന്നില്ല എന്നതായിരുന്നു ആദ്യം ഈ പേരും ഇപ്പം എന്തായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, അത് പലതും വളച്ചൊടിച്ചു കൊണ്ടുവരുന്ന ഒരു പരാമർശങ്ങളുണ്ട്. അതിനോടുള്ള പ്രവീണിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ പ്രതികരിച്ചില്ല എന്ന് സമൂഹം ആവശ്യപ്പെടുന്നത് അതിൽ പ്രതികരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൊണ്ട് ആ കാര്യത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം വെച്ചിട്ട് ഇത് മാക്സിമം കണ്ടന്റ് ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിലൂടെ വീണ്ടും ഈ വിഷയം ആളിക്കത്തിക്കുക എന്നുള്ളതിനെ പറ്റിയാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ മലയാളി സമൂഹം, കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അറിയാം സുരേഷ് ഏട്ടൻ ആരാണ്, സുരേഷ് ഏട്ടൻ ഒരു കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഇടപെടുക എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹം എങ്ങനെ ഇടപെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതൊരു ചർച്ചയ്ക്ക് പോലും എടുക്കേണ്ട ഒരു ആവശ്യമുള്ളൊരു കാര്യമാണെന്ന് ഞാൻ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല.